ഇല്ലല്ലോ. അപ്പൊ നീ ആഗ്രഹിച്ച പോലെ നീ നടത്തുന്ന നാടകത്തിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. എനിക്കിതുകൊണ്ട് എന്താളാവാനാ രാമനാഥ് സാറേ? അമ്പലത്തിൽ വെച്ച് താലി കെട്ടി പിള്ളേരുടെ വഴിക്ക് പോവും. എനിക്കിതുകൊണ്ട് കൈനഷ്ടം മാത്രമേ ഉണ്ടാവൂ. നിനക്ക് കൈനഷ്ടം വന്നാലും അനന്തൻ മാഷിന്റെ മാനം പോകണമെന്ന് തന്നെയാ നിന്റെ ചിന്ത. അതത്ര നല്ലതല്ല സുശീലേ. ആ മനുഷ്യൻ നാട്ടുകാരെ മുമ്പിൽ തല താഴ്ത്തുമ്പോഴൊക്കെ നീ ദൈവത്തിന്റെ മുമ്പിൽ നെറികെട്ടവളായിരിക്കുമെന്ന് ഓർക്കണം. ദൈവം നിങ്ങളുടെയൊക്കെ കൂടെ മാത്രമേ കാണൂന്ന് ചിന്തിക്കുന്നത് വെറും മണ്ടത്തരോ സാറേ. ഇത് സുശീലയ്ക്ക് ദൈവം തന്നൊരവസരമാ. അനന്തൻ മാഷിന് ദൈവം കൊടുത്തൊരു ശിക്ഷയും. അപ്പൊ ശരി, എന്റെ മര്യാദ ഞാൻ കാണിച്ചു. വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പോട്ടെ. ആയിക്കോട്ടെ. ഓ സുശീലച്ചി, ചേച്ചി എങ്ങോട്ടാ പോകുന്നത്? നിന്നെ കണ്ടത് നന്നായി. ചേച്ചി വീട്ടിൽ പോയി വരികയാണോ? അതെ, നിന്നെയും വാസന്തി അവിടെ കണ്ടില്ലല്ലോ. നിങ്ങളും കൂടി അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. വാസന്തിയും കുറച്ച് പെണ്ണുങ്ങളും ചേർന്നേ ടൗണിൽ ഒരു ചെറിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട് ചേച്ചി. ഞാൻ അവളവിടെ കൊണ്ടുവിട്ടിട്ട് വരിക. ഓഹോ. അല്ല ചേച്ചി ഇന്ന് രാവിലെ തന്നെ അനന്തൻ മാഷിന്റെ ഇളയ മകൾ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ കഥയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഏതാണ്ട് ചിലതൊക്കെ അറിഞ്ഞു. വാസന്തി തിരക്കിലായതുകൊണ്ട് വീട്ടിൽ നിന്ന് മൊത്തം അങ്ങോട്ട് ചോർത്തിയെടുക്കാൻ പറ്റിയില്ല. അതിപ്പോ എന്താ ചേച്ചി? ആ പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണം ഞാൻ നാളെ നടത്തി കൊടുക്കാൻ പോവാ ധനഞ്ജയ. അതിന് നിന്റെ ഭാര്യ വീട്ടുകാരെ ക്ഷണിക്കാനാ ഞാൻ വന്നത്. പക്ഷേ